Hello everyone. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് Fermat's little theorem and അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സും പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ആണ് ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ എന്താ Fermat's little theorem എന്ന് നോക്കാം. Fermat's little theorem അല്ലെങ്കിൽ Fermat's theorem എന്നും ആ തിയറത്തിനെ പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: let P be a prime and A be any number such that P does not divides A, then a raised to p minus 1 is divisible by p. അതായത് a raised to p minus 1 is congruent to 0 mod p എന്നുള്ള പോലെ പറയാം അല്ലേ. പറയുന്ന എത്രയേ ഉള്ളൂ, പി എന്ന് പറഞ്ഞ ഒരു പ്രൈം നമ്പർ, ഒരു റാൻഡം പ്രൈം നമ്പർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആൻഡ് എ എന്ന് പറയുന്നത് ഏതൊരു നമ്പർ, എ ക്യാൻ ബി എനി നമ്പർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഏതോ ഒരു നമ്പറാണ് എ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും എ റേസ് ടു പി മൈനസ് വൺ എന്ന് പറയുന്നത് ഇസ് ഡിവിസിബിൾ ബൈ പി. അതായത് ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കും എന്നുള്ള പോലെയാണ് പറയുന്നത്. ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം ദിസ് ടേം ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്ന് അല്ലേ. അത് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്ന് പറഞ്ഞാൽ ഈ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടും? എ റേസ് ടു പി -1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് കിട്ടില്ലേ. സോ അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേട്ടോ. സോ ആ കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എ റേസ് ടു പി -1 ഇസ് ഡിവിസിബിൾ ബൈ പി, അല്ലെങ്കിൽ കോൺഗ്രുവൻസിൻ്റെ ടേംസിൽ അതിനെ പറയുന്നത് എ റേസ് ടു പി -1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. ഇതാണ് ഫെർമാറ്റ്സ് തിയറം പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാനുണ്ട്. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ തന്നിട്ടുണ്ട് പി എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് എ എന്ന് പറഞ്ഞൊരു റാൻഡം നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എ എന്ന് പറഞ്ഞൊരു നമ്പർ തന്നിട്ടുണ്ട്. ആ എയുടെ ഫസ്റ്റ് പി -1 മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോണേ. അതായത് എ, 2a, 3a എക്സെട്ര പി -1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പി -1 പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് പലതരത്തിൽ നമുക്ക് മീനിങ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ മൈനസ് ബി എൻ എന്ന് പറയുന്നത് എ മൈനസ് ബീനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലാണ് ഈ കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു, ഇങ്ങനൊരു കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും ലീവ്സ് ദ സെയിം റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ എൻ എന്നുള്ള കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സെൻസിൽ ഇപ്പോൾ കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എ നോട്ട് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ബി ലീവ്സ് ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ മൾട്ടിപ്പിൾസ് ഓഫ് എ എടുത്തു, പി -1 മൾട്ടിപ്പിൾസ് ഓഫ് എ എടുത്തു. ഇനി ഇതെല്ലാം എന്താ പറയുക, തമ്മിൽ കോൺഗ്രുവൻ്റ് അല്ല എന്നാണ് നമ്മൾ കാണിക്കാൻ പോണേ. തമ്മിൽ കോൺഗ്രുവൻ്റ് അല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോന്നും ലീവ്സ് ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡ് ബൈ പി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരാൾ പോലും തമ്മിൽ കോൺഗ്രുവൻ്റ് അല്ല, എല്ലാം ഇൻകോൺഗ്രുവൻ്റ് ടേംസ് ആണ് എന്നുള്ള പോലെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യാണ്. അതായത് ഇതിൽ 2 വാല്യൂസ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കോൺഗ്രുവൻ്റ് കിട്ടുകയാണ് എന്നുള്ള പോലെ എടുക്കുകയാണ്, എന്നിട്ടൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇഫ് പോസിബിൾ ദറ്റ് ആർ എ കോൺഗ്രുവൻറ്റ് ടു എസ് എ മോഡ് പി. ഇതിൽ ആർ എ എന്ന് പറയുന്നതും ഈ കൂട്ടത്തിൽ ഒരു വാല്യൂ ആണ്, എസ് എ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ വേറൊരു വാല്യൂ ആണ്. അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ ആൻഡ് എസ് സച്ച് ദാറ്റ് ആർ ലെസ് ദാൻ എസ് എന്നുള്ള പോലെ നമുക്ക് ഐദർ ആർ ലെസ് ദാൻ എസ് ഓർ എസ് ലെസ് ദാൻ എ എന്നുള്ള ഏതുപോലെയും എടുക്കാം. ആറും എസ്സും വേരി ചെയ്യുന്നത് 1 തൊട്ട് പി -1 വരെയുള്ള ഏതോ 2 വാല്യൂസാണ്. അതായത് ഈ ഒരു കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതോ 2 ഡിസ്റ്റിങ്ക്റ്റ് ടേംസിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആർ എ കോൺഗ്രുവൻറ്റ് ടു എസ് എ മോഡ് പി എന്ന് നമ്മൾ എടുക്കുകയാണ്, നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ആർ എ കോൺഗ്രുവൻറ്റ് ടു എസ് എ മോഡ് പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് എന്തൊക്കെ പറയാം? ഇപ്പം എയും പിയും തമ്മിലുള്ള GCDനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലോ. കാരണം പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എന്ന് തന്നിട്ടുണ്ട്. പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ ഒരിക്കലും പി എന്ന് പറഞ്ഞ ടേം വരില്ല. പി എന്ന് പറഞ്ഞത് പ്രൈം നമ്പർ ആയതുകൊണ്ട് എയുടെ ഒരു ഫാക്ടേഴ്സിലും പി എന്ന് പറഞ്ഞ ടേം വരുന്നില്ല എന്നുണ്ടെങ്കിൽ GCD ഓഫ് എ പി എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ GCD ഓഫ് എ പി 1 ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്കറിയാം ഈ ഒരു കോൺഗ്രുവൻസിൽ എ എന്ന് പറഞ്ഞത് കോമൺ ടേമാണ് വരുന്നത്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. ഓക്കെ, അപ്പോൾ എ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ആർ കോൺഗ്രുവൻറ്റ് ടു എസ് മോഡ് പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കോൺഗ്രുവൻസിനെ ചേഞ്ച് ചെയ്ത് എഴുതാൻ കഴിയും. ഈ ആർ കോൺഗ്രുവൻറ്റ് ടു എസ് മോഡ് പി എന്ന് പറഞ്ഞ കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? പി ഡിവൈഡ്സ് ആർ മൈനസ് എസ് എന്നുള്ള കണ്ടീഷൻ
ട്രൂ ആയിരിക്കണം. പക്ഷേ പി ഡിവൈഡ്സ് ആർ മൈനസ് എസ് എപ്പോഴെങ്കിലും ആകുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. ആറും എസ്സും പീനേക്കാളും ചെറിയ വാല്യൂസാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആറും എസ്സും പീനേക്കാളും ചെറിയ വാല്യൂസാണ്. അപ്പോൾ ആർ മൈനസ് എസ്സും എന്തായാലും പീനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. പീനേക്കാളും ചെറിയ വാല്യൂവിന് എന്തായാലും പി പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യുമോ? അത് പറ്റില്ല അല്ലേ. അപ്പോൾ വിച്ച് ഇസ് ഇമ്പോസിബിൾ. അപ്പം നമുക്ക് ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് പറയാൻ പറ്റും. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആർ കോൺഗ്രുവൻറ്റ് ടു എസ് മോഡ് പിയും എക്സിസ്റ്റ് ചെയ്യില്ല. സോ ആർ ഇൻകോൺഗ്രുവൻറ്റ് ടു എസ് മോഡ് പി എന്ന് പറയാം, വിച്ച് ഇംപ്ലൈസ് ആർ ഇസ് ഇൻകോൺഗ്രുവൻറ്റ് ടു എസ് എ മോഡ് പി. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. ഇത് തമ്മിൽ കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇതിൽ ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അണ്ടർ മോഡുലോ പി. അപ്പം ഇത് ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്, ഇൻകോൺഗ്രുവൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് ഓഫ് ദീസ് ലീവ്സ് ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡ് ബൈ പി എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിയേ. അപ്പോൾ അതാണ് അടുത്ത് പറയുന്നത്. therefore a 2a etc p minus 1a leave different remainders when divided by p and they are p minus 1 in number. ഇത് ഓരോന്നും ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് ആണ്, പി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക എന്നുള്ള പോലെയും പറയുകയും ചെയ്തു. ആൻഡ് ഇതെല്ലാം പി മൈനസ് 1 എണ്ണം ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഏതൊക്കെയായിരിക്കും റിമൈൻഡർ വരിക എന്നുള്ളത്. എന്തായാലും പി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 തൊട്ട് പി മൈനസ് 1 വരെ റിമൈൻഡേഴ്സ് വരാൻ പോസിബിലിറ്റി ഉള്ളൂ. അപ്പം പിന്നെ ഇത് ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡേഴ്സ് ആണ് ലീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള വാല്യൂസ് തന്നെയായിരിക്കും ഇതിൻ്റെ റിമൈൻഡേഴ്സ് വരിക. പക്ഷേ ഇത് ഏതിനാണ് ഏത് റിമൈൻഡർ വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള എല്ലാ റിമൈൻഡേഴ്സും ഇതിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ലീവ് ചെയ്യും എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള വാല്യൂസിന് ഇപ്പം ഫസ്റ്റ് എ ആണ്. എ ലീവ് ചെയ്യുന്ന റിമൈൻഡറിനെ ഞാൻ R1 എന്ന് എടുത്തു. കാരണം ഇതിനകത്തുള്ള ഏതോ ഒരു വാല്യൂ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ആരാന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അത് എ എന്താണെന്നുള്ളതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി 2a എടുത്തു. 2a എടുക്കുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ പി കിട്ടുന്നത് R2 ആണെന്ന് എടുത്തു. എക്സെട്രാ പി മൈനസ് 1 എ വരുമ്പോൾ ആർ പി മൈനസ് 1 പറഞ്ഞ റിമൈൻഡർ ലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ നമ്മൾ എടുക്കുകയാണ്. ഇനി നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കോൺഗ്രുവൻസ് എഴുതാൻ കഴിയും. എന് വെൻ ഡിവൈഡ് ബൈ പി കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ R1 എടുത്തത്. സോ എ കോൺഗ്രുവൻറ്റ് ടു R1 മോഡ് പി എന്ന് എഴുതാം. അതേപോലെ 2a കോൺഗ്രുവൻറ്റ് ടു R2 മോഡ് പി എന്ന് എഴുതാം. എക്സെട്രാ പി മൈനസ് 1 ഇൻറ്റു എ കോൺഗ്രുവൻറ്റ് ടു ആർ പി മൈനസ് 1 മോഡ് പി എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് കോൺഗ്രുവൻസിലേക്ക് മാറ്റി എഴുതിയതാണ്. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഓരോ കോൺഗ്രുവൻസിനെയും മൾട്ടിപ്ലൈ ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മോഡ് പി ഇതിൽ സെയിം ആയിരിക്കും വരിക എന്നുള്ള പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ കോൺഗ്രുവൻറ്റ് നമ്മൾ ഈ പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളതായിരുന്നു. ബി മോഡ് എൻ ഉണ്ട് ആൻഡ് സം സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ എന്നുള്ള പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ പി മൈനസ് 1 കോൺഗ്രുവൻസസ് ഉണ്ട്, എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുക എന്താ, എ ഇൻറ്റു 2a ഇൻറ്റു എക്സെട്രാ ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു എ ഇസ് കോൺഗ്രുവൻറ്റ് ടു R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്രാ ആർ പി മൈനസ് 1 മോഡ് പി എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇതാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നോക്കിയേ, ഈ R1 ഇൻറ്റു R2 ഇൻറ്റു ആർ പി മൈനസ് 1നെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിമൈൻഡേഴ്സ് 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള വാല്യൂസ് തന്നെയാണ് ഇൻ സം ഡിഫറെൻറ്റ് ഓർഡർ എന്നുള്ള പോലെ. അപ്പോൾ എനിക്കിതിനെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ വാല്യൂസിനെ ഡയറക്റ്റ് 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള വാല്യൂവിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതിക്കൂടെ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് R1 R2 ആർ പി മൈനസ് 1ന് പകരം 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള വാല്യൂസിനെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ചെയ്യണേ. ഈ പ്രൊഡക്റ്റ് എടുത്തു. ഇനി R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്രാ ആർ പി മൈനസ് 1ന് പകരം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്രാ പി മൈനസ് 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ, എ എന്ന് പറയുന്നത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പി മൈനസ് 1 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എ റേസ് ടു പി മൈനസ് 1 എന്നുള്ള ടേം വരും. ആൻഡ് ബാക്കിയുള്ള ടേം വരുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്രാ പി മൈനസ് 1 ആണ്, വിച്ച് ഇസ് പി മൈനസ് 1 ഫാക്ടോറിയൽ. ഇവിടെയും വരുന്നത് പി മൈനസ് 1 ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കോൺഗ്രുവൻസ് കിട്ടുക പി മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എ റേസ് ടു പി മൈനസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ പി മൈനസ് 1 ഫാക്ടോറിയലിനെ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. അതിനൊരു കണ്ടീഷൻ കൂടി വേണം. എന്താണത്, പി മൈനസ് 1 ഫാക്ടോറിയൽ പി മൈനസ് 1 ഫാക്ടോറിയലും പിയും തമ്മിലുള്ള GCD 1 ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ക്യാൻസലേഷൻ പോസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ GCD 1 ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പി മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് ആണ് അല്ലേ. അതിൽ പി എന്ന് പറഞ്ഞ ടേം വരുമോ,
അതെല്ലാം പീനേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂസിൻ്റെ പ്രൊഡക്റ്റാണ്. പി എന്ന് പറയുന്നത് പ്രൈമാണ്. പീനേക്കാളും ചെറുതായിട്ടുള്ള ഒരു വാല്യൂവിന് ഒരിക്കലും പി എന്തായാലും ഡിവൈഡ് ചെയ്യില്ല. അപ്പം പിന്നെ ഇതിൻ്റെ പ്രൊഡക്ട്സിനെ പി പ്രൈം ആയതുകൊണ്ട് തന്നെ പീനേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂസിൻ്റെ പ്രൊഡക്ട്സിൽ ഒരിക്കലും പിയുടെ ഫാക്ടർ വരുന്നില്ല അല്ലേ. അപ്പോൾ ജി സി ഡി ഓഫ് p-1 ഫാക്ടോറിയൽ ആൻഡ് പി എന്ന് പറയുന്നത് എന്തായാലും 1 ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതിൻ്റെ ജി സി ഡി 1 ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് കോൺഗ്രുവൻസ് ഈ ടേമിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. ബാക്കി വരിക a raised to p-1 is congruent to ഇപ്പുറത്ത് 1 അല്ലേ ഉള്ളൂ, 1 mod p എന്നുള്ള പോലെ വരും. a raised to p-1 congruent to 1 mod p എന്ന് ഈ 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ a raised to p-1 minus 1 is congruent to 0 mod p എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പോൾ congruent to 0 mod p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിയുടെ മൾട്ടിപ്പിൾ ആണ് എന്നുള്ള സെൻസ് അല്ലേ വരിക. അപ്പോൾ a raised to p-1 minus 1 is divisible by p എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് പിന്നെ കോൺഗ്രുവൻസിൻ്റെ കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ഇങ്ങനൊരു കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ p ഷുഡ് ഡിവൈഡ് a raised to p-1 minus 1 എന്നുള്ള പോലെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറയാൻ കഴിയും. അപ്പം അതാണ് ഇവിടെ ഫെർമാറ്റ്സ് തിയറം പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് കൊറോളറീസ് പഠിക്കാനുണ്ട്. First one, if p is a prime and a is any number, then a raised to p minus a is divisible by p. That is, a raised to p is congruent to a mod p. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് p ഒരു പ്രൈമും p does not divides a എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ട്രൂ ആവുന്നത്. ബാക്കി എല്ലാ കേസിലും ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ട്രൂ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അവിടെ എന്തായാലും ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കൊറോളറി പി ഒരു പ്രൈമും എ ഏത് നമ്പറും ആവാം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോളണം നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ കൂടി എ റേസ് ടു പി മൈനസ് എ എന്ന് പറയുന്നത് പിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ പി ആയിരിക്കും എന്നുള്ള പോലെ പറയാൻ പറ്റുന്നുള്ളതാണ് കൊറോളറി പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അപ്പോൾ നമുക്ക് പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ള കണ്ടീഷനിൽ മാത്രമേ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ട് കേസായിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ. ഒന്ന് പി ഡിവൈഡ്സ് എ, ഒന്ന് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. അതായത് എയും പിയും എന്താ പറയുക റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ള കേസിലാണ് നമുക്ക് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ പറയുക അല്ലേ. അപ്പോൾ അങ്ങനത്തെ രണ്ട് കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോണേ. ഒന്ന് എ ഈസ് പ്രൈം ടു പി എന്നെടുത്തു, അതായത് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എന്നുള്ളതെടുത്തു. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം യൂസ് ചെയ്യാൻ കഴിയും. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്താ പറയുന്നത്? എ റേസ് ടു p-1 ഇസ് കോൺഗ്രുവന്റ് ടു 1 mod p എന്നുള്ള പോലെ പറയാം. എ എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ എ വെച്ചിട്ട് നമുക്ക് കോൺഗ്രുവൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ഈ പ്രോപ്പർട്ടി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രുവൻസിൽ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ഇവിടെ എ വരും, ഇവിടെയും എ വരും. അപ്പം നമുക്ക് എന്താ കിട്ടുക? എ റേസ് ടു പി ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡ് പി എന്നുള്ളത് ഡയറക്റ്റ് കിട്ടും. സോ ഫസ്റ്റ് പാർട്ട് അത്രയേ ഉള്ളൂ. ഇനി എ ഇസ് നോട്ട് പ്രൈം ടു പി എന്നെടുത്തു, അതായത് പി ഡിവൈഡ്സ് എ എന്നുള്ള കണ്ടീഷൻ എടുത്തു. അപ്പോൾ ആദ്യം ചെയ്തത് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആയിരുന്നു. അവിടെ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം യൂസ് ചെയ്തു. ഇനി പി ഡിവൈഡ്സ് എ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഡിവൈഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. എ ഒരു മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ റേസ് ടു പി, എയുടെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും, പി എന്ന് പറഞ്ഞാൽ പ്രൈമാണ്, പ്രൈം എന്തായാലും പോസിറ്റീവ് ഇൻറ്റിജറാണ്. അപ്പോൾ ഈ പ്രൈം നമ്പർ, അപ്പോൾ ഒരു പോസിറ്റീവ് പവർ എടുത്തു കഴിഞ്ഞാൽ അതും എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ എയും മൾട്ടിപ്പിൾ ഓഫ് പി ആണ്, എ റേസ് ടു പിയും മൾട്ടിപ്പിൾ ഓഫ് പി ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡിഫറൻസും മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ എ റേസ് ടു പി മൈനസ് എയും മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. സോ ഇതിനകത്ത് നിന്ന് എ റേസ് ടു പി മൈനസ് എ ഇസ് കോൺഗ്രുവന്റ് ടു 0 mod പി എന്ന് നമുക്ക് പറയാം. മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ, ലീവ്സ് ദ റിമൈൻഡർ 0 എന്നുള്ള പോലെ നമുക്ക് പറയാം. അപ്പോൾ ഇനി എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും? എ റേസ് ടു പി ഇസ് കോൺഗ്രുവന്റ് ടു എ മോഡ് പി എന്നുള്ള പോലെ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സോ ആ ഒരു കേസാണ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടില്ല. ഇനി അടുത്തൊരു കൊറോളറി, ഇഫ് പി ഈസ് എൻ ഓഡ് പ്രൈം and a is prime to p, then a raised to half into p-1 is congruent to plus or minus 1 mod p. p ഒരു ഓഡ് പ്രൈം ആണെന്ന് തന്നിട്ടുണ്ട്, a is prime to p എന്നും തന്നിട്ടുണ്ട്. a is prime to p എന്ന് പറഞ്ഞാൽ എയും പിയും തമ്മിലുള്ള ജി സി ഡി 1 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് p does not divides a എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ റേസ് ടു ഹാഫ് ഇൻറ്റു p-1 ഇസ് കോൺഗ്രുവന്റ് ടു പ്ലസ് ഓർ മൈനസ് 1 mod p എന്നുള്ളത് കാണിക്കാനല്ലേ. അപ്പോൾ നമുക്ക് പി ഒരു പ്രൈമാണ്, പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫെർമാറ്റ്സ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ഫെർമാറ്റ്സ് തിയറത്തിൽ നമുക്ക് കിട്ടുക എ റേസ് ടു p-1 ഇസ് കോൺഗ്രുവന്റ് ടു 1 mod p എന്നുള്ള കണ്ടീഷൻ കിട്ടും. അപ്പോൾ എ റേസ് ടു p-1 മൈനസ് 1 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്നുള്ളത് നമുക്കറിയാമെന്നുള്ള പോലെ കിട്ടും.
ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം പി എന്ന് പറയുന്നത് ഒരു ഓഡ് പ്രൈം ആണ് എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ് വരുന്നത്. പി ഓഡ് ആണെന്നുണ്ടെങ്കിൽ P-1 എന്തായാലും ഈവൻ ആയിരിക്കില്ലേ. അപ്പോൾ A⁻P-1 എന്ന് പറഞ്ഞതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ A² - B² ആണെന്നുണ്ടെങ്കിൽ അതിന് A+B × A-B എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറില്ലേ. അതേപോലെ ഏത് ഈവൻ ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ A⁴ - B⁴ ആണെങ്കിൽ നമ്മളതിന് A² - B² × A² + B² എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സെൻസിൽ ഇവിടെ P-1 എന്ന് പറയുന്നത് ഈവൻ ആണ്. കാരണം P ഓഡാണ്, P-1 ഈവൻ ആയിരിക്കും. P-1 ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി A⁻P-1 - നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ P-1ൻ്റെ ഹാഫ് അപ്പോൾ എടുക്കുക. നമുക്ക് A⁴ - B⁴ ആകുമ്പം A² - B² എന്നല്ലേ നമ്മൾ എടുത്തിരുന്നത്, × A² + B². അപ്പോൾ അതേപോലെ ഇവിടെ 4 പവറായപ്പോൾ നമ്മൾ അതിൻ്റെ ഹാഫ് ആയിരുന്നു പവറായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ P-1 പവർ ആകുമ്പം അതിൻ്റെ ഹാഫാണ് നമ്മൾ എടുക്കുക. സോ A⁻² × P-1 - 1 × A⁻½ × P-1 + 1 എന്ന് പറഞ്ഞിട്ട് 2 ഫാക്ടേഴ്സ് ആയിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം A⁻P-1 - 1 എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് P എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രോഡക്റ്റും മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും എന്ന് പറഞ്ഞൂടെ, കാരണം ഇത് രണ്ടും സെയിം ആണ്. സോ A⁻½ × P-1 - 1 × A⁻½ × P-1 + 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് P എന്നുള്ളത് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് P ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ മൾട്ടിപ്പിൾ ഓഫ് P ആയാൽ പോരെ. അപ്പോൾ either A⁻½ × P-1 - 1 മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും. അപ്പം either or എന്നുള്ള സെൻസാണ് ഇവിടെ വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മൾട്ടിപ്പിൾ ഓഫ് P ആവണമെന്നുണ്ടെങ്കിൽ either ഈ പാർട്ട് മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കണം ഓർ ഈ പാർട്ട് മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കണം. ഇനി ഇത് മൾട്ടിപ്പിൾ ഓഫ് P ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? കോൺഗ്രുവൻസ് എഴുതുമ്പം A⁻½ × P-1 കോൺഗ്രുവൻറ്റ് ടു 1 mod P എന്നുള്ള പോലെ പറയാം. ഇവിടെ A⁻½ × P-1 ഈ +1 ഇപ്പുറത്തേക്ക് പോകുമ്പം കോൺഗ്രുവൻറ്റ് ടു -1 mod P എന്നുള്ള പോലെ പറയാം. രണ്ട് ടേമിലും A⁻½ × P-1 കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഇസ് കോൺഗ്രുവൻറ്റ് ടു, ഇപ്പോൾ ഫസ്റ്റ് കേസിൽ 1 ആയിരിക്കാം, സെക്കൻഡ് കേസിൽ -1 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാവാം എന്നുള്ള സെൻസിലാണ് വരുന്നത്. സോ A⁻½ P-1 ഇസ് കോൺഗ്രുവൻറ്റ് ടു +or -1 mod P എന്നുള്ളത് ഇത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി Corollary 3. If P and Q are distinct primes with A⁻P congruent to A mod Q and A⁻Q congruent to A mod P, then A⁻PQ is congruent to A mod PQ. ഇതാണ് നമുക്ക് കാണിക്കാനുള്ളത്. Pയും Qയും ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും Pൻ്റെയും Qൻ്റെയും GCD 1 ആയിരിക്കും നമുക്കറിയാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് A⁻P congruent to A mod Q and A⁻Q congruent to A mod P നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ Corollary 1 പഠിച്ചത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Corollary 1 പറയുന്നത് എന്താ? P ഒരു പ്രൈമാണ്, A ഏത് നമ്പർ ആയാലും A⁻P - A എന്ന് പറയുന്നത് ഇസ് ഡിവിസിബിൾ ബൈ P എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ P ഏതൊരു പ്രൈമും A ഏതൊരു നമ്പർ ആയാലും ഇത് എപ്പോഴും ഡിവിസിബിൾ ബൈ P ആയിരിക്കും എന്നുള്ള പോലെ, അതായത് എപ്പോഴും ഈ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള പോലെയാണ് പറയുന്നത്. A⁻P is congruent to A mod P. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എന്നാൽ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ Corollary 1 എന്ന് നമുക്ക് A⁻P congruent to A mod P എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, A⁻P is congruent to A mod P എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ വെച്ച് ഹോൾ പവർ എടുത്തു കഴിഞ്ഞാലും സെയിം ആയിരിക്കുന്നത്. A congruent to B mod N ആണെങ്കിൽ A⁻K congruent to B⁻K mod N ആയിരിക്കും എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാണ് നമ്മളിവിടെ. Q എന്ന് പറയുന്നത് ഒരു പ്രൈമാണ്, അപ്പോൾ അത് എന്തായാലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പോൾ നമുക്ക് ഹോൾ പവർ Q എടുക്കാം. അപ്പോൾ A⁻P Q congruent to A⁻Q mod P എന്ന് പറഞ്ഞൂടെ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് നമുക്ക് കിട്ടുക A⁻PQ congruent to A⁻Q mod P എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം A⁻Q congruent to A mod P എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ A⁻Q അണ്ടർ മോഡുലോ P നമുക്ക് കിട്ടുക A തന്നെയാണ് എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ A⁻Qനെ മോഡുലോ Pയിൽ നമുക്ക് A വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം A congruent to B mod N ആൻഡ് B congruent to some C mod N ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം A congruent to C mod N എന്നുള്ള പോലെ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അങ്ങനെയും പറയാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെയും എഴുതാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള A⁻PQ congruent to A⁻Q mod P യും
ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എ റേസ് ടു ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി. അപ്പോൾ ഈ രണ്ട് കോൺഗ്രുവൻസിന്ന് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം എ റേസ് ടു പി ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അതായത് പി ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെ സിമിലർലി നമ്മൾ ക്യൂവിൻ്റെ പവർ വെച്ചിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രൈം നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു ക്യൂ ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് ക്യൂ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളത് കൊറോളറി 1 പ്രകാരം നമ്മൾ എഴുതുകയാണ്. എന്നിട്ട് ഇതിന് ഹോൾ പവർ പി എടുക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും എ റേസ് ടു പി ക്യൂ ഇസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മോഡ് ക്യൂ എന്നുള്ള പോലെ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ടേം കിട്ടി. അതിൻ്റെ ഒപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യം എ റേസ് ടു പി ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് ക്യൂ എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസിറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എ റേസ് ടു പി ക്യൂ ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് ക്യൂ എന്ന് പറയാം. അതായത് ക്യൂ ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്നും നമുക്ക് പറയാൻ കഴിയും. ഇനി ഇതിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതൊന്നുമല്ല. എ റേസ് ടു പി ക്യൂ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ എന്നാൽ നമുക്ക് കാണിക്കാനല്ലേ. എ മോഡ് പിയോ എ മോഡ് ക്യൂവോ അല്ല നമുക്ക് കാണിക്കാമല്ലേ. അപ്പോൾ നമുക്ക് എ മോഡ് പി ആൻഡ് എ മോഡ് ക്യൂ കിട്ടി. ഇനി നമുക്ക് കാണിക്കാനുള്ളത് എ മോഡ് പി ക്യൂ, അതിലും ഇത് ഇങ്ങനെ തന്നെയാണ് വരിക എന്നുള്ളതാണ്. അത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ പി ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ ആൻഡ് ക്യൂ ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. GCD 1 ആയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പി ക്യൂ ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ ഡിവൈഡ്സ് ബി ആൻഡ് സം സി ഡിവൈഡ്സ് ബി ആണെന്നുണ്ടെങ്കിൽ എയുടെയും സിയുടെയും GCD 1 ആണെങ്കിൽ എ സി ഡിവൈഡ്സ് ബി എന്നുള്ളത് നമുക്ക് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആയ സ്ഥിതിക്ക് GCD 1 ആണ്. സോ ഈ പ്രോഡക്റ്റും ഇതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. സോ പി ക്യൂ ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻസിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ പറയാം? എ റേസ് ടു പി ക്യൂ ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ Fermat's theorem is a tool in testing the primality of a given integer n. If it could be shown that a raised to n congruent to a mod n fails to hold for some choice of a, then n is necessarily composite. ഒന്നുമില്ല, ഫെർമാറ്റ്സ് തിയറം എന്ന് പറയുന്നത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് ആണോ പ്രൈം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ള സെൻസിലാണ് ഈ റിമാർക്ക് 1 പറയുന്നത്. ഏതെങ്കിലും ഒരു എ എന്ന് പറഞ്ഞ വാല്യൂവിന് എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എൻ ട്രൂ അല്ല എന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ആണ് എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുള്ളത്. ഇനി റിമാർക്ക് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ദ കോൺവേഴ്സ് ഓഫ് ഫെർമാറ്റ്സ് തിയറം നീഡ് നോട്ട് ബി ട്രൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഫെർമാറ്റ്സ് തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അതിൻ്റെ ഒപ്പം ചിലപ്പോൾ കോൺവേഴ്സ് ട്രൂ അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു കാര്യം ട്രൂ അല്ല എന്ന് കാണിക്കാനുണ്ടെങ്കിൽ നമുക്കതിനൊരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതിയല്ലോ. ആ കൗണ്ടർ എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഫെർമാറ്റ്സ് തിയറം എന്ന് പറയുന്നത് പി ഒരു പ്രൈം, എ എന്ന് പറയുന്നത് സം ഇൻഡിജർ വിച്ച് ഇസ് റിലേറ്റീവ്ലി പ്രൈം ടു പി ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ളതായിരുന്നു ഫെർമാറ്റ്സ് തിയറം പറഞ്ഞിരുന്നത്. ഇനി അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് എ റേസ് ടു എൻ മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എൻ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് എന്താ പറയുക n പ്രൈം ആണ് എന്നുള്ളത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണം നിർബന്ധമില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ A2 എടുത്തു, n എന്ന് പറയുന്നത് 341 എന്നെടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇവിടെ നോക്കാം. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. 2 raised to 340 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 341 എന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 341 എന്ന് പറയുന്നത് പ്രൈം അല്ല, 11 into 31 ആണ്. അത് പ്രൈം അല്ല എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. സോ കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. കീപ് ദിസ് ഇൻ മൈൻഡ്. കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ കൊടുത്തിട്ട് എഴുതിയാൽ മതിയാവും. ഇനി പ്രോബ്ലം 1, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ ഇനി ചെയ്യാൻ പോണേ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 24 raised to 1947 is divided by 17. അപ്പോൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആസ് യൂഷ്വൽ കോൺഗ്രുവൻസ് യൂസ് ചെയ്യാൻ പോവുകയാണ്. 24നെ അണ്ടർ മോഡുലോ 7 എന്താ വരിക എന്നുള്ളത് മോഡുലോ 17 എന്താ വരിക എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം 1947ൻ്റെ പവറിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ 24 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 17 നമുക്ക് പറയാൻ പറ്റും. കാരണം 24 when divided by 17 we get the remainder 7. അപ്പോൾ 24 is congruent to 7 mod 17 ആണെങ്കിൽ 24 raised to 1947 is congruent to 7 raised to 1947 mod 17 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും.
എ റേസ് ടു കെ മോഡ് കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡ് എൻ എന്ന് പറയും പോലെ. ഇവിടെ കോൺഗ്രുവൻ്റ് ആണ്, ഈക്വൽ ടു അല്ല കേട്ടോ. ഇനി ഫെർമാറ്റ്സ് തിയറം നമ്മളോട് പറയുന്നത് പി എന്ന് പറയുന്നത് ഒരു പ്രൈം ഉണ്ട്. അപ്പോൾ ഇവിടെ 17 എന്ന് പറയുന്നത് പ്രൈമാണ് ആൻഡ് 24 എന്ന് പറയുന്നത് സം റാൻഡം ഇൻറ്റിജർ ആണ്. പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ, കാരണം 17 ഒരിക്കലും 24നെ ഡിവൈഡ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ 17 ഡസ് നോട്ട് ഡിവൈഡ്സ് 24 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. ഫെർമാറ്റ്സ് തിയറം പറയുന്നത് എ റേസ് ടു പി മൈനസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ളതായിരുന്നു. ഇവിടെ എ എന്ന് പറയുന്നത് 24 ആണ്. സോ 24 റേസ് ടു പി മൈനസ് 1 എന്ന് പറയുമ്പം ഇവിടെ പി എന്ന് പറയുന്നത് 17 ആണ്. റേസ് ടു 16 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ള പോലെ, 1 മോഡ് 17 എന്നുള്ള പോലെ പറയാം. ഇനി 24 അല്ല, നമ്മളിപ്പോൾ 7ൻ്റെ ടേംസാണ് നോക്കുന്നത്. അപ്പോൾ 7ഉം 17ഉം തമ്മിലുള്ള GCD 1 ആണ് നമുക്കറിയാം. അതായത് 17 ഡസ് നോട്ട് ഡിവൈഡ്സ് 7 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ സിമിലർലി നമുക്ക് 24ന് പകരം 7ൻ്റെ ടേംസിൽ എഴുതാം. എക്ക് പകരം 7 കൊടുത്തു കഴിഞ്ഞാൽ 7 റേസ് ടു 16 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫെർമാറ്റ്സ് തിയറം യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുകയാണ്. ഇനി ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. 1947 ഇനി ഈ 16ൻ്റെ പവേഴ്സിലേക്ക് മാറ്റിയാൽ പോരെ. 1947 നമ്മൾ 16 വെച്ച് ഡിവിഷൻ അൽഗോരിതം ചെയ്യാണ്. സോ 16 × 121 പ്ലസ് 11 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. സോ 7 റേസ് ടു 16 × 121 പ്ലസ് 11 എന്ന് കിട്ടുകയാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 7 റേസ് ടു 16 ഹോൾ റേസ് ടു 121 ഇൻറ്റു 7 റേസ് ടു 11 എന്ന് കിട്ടുകയാണ്. 7 റേസ് ടു 16 അണ്ടർ മോഡുലോ 17 1 ആണ് എന്നുള്ളത് നമ്മൾ ഫെർമാറ്റ്സ് തിയറം പ്രകാരം എഴുതിയിട്ടുണ്ട്. സോ 7 റേസ് ടു 16 റീപ്ലേസ് ചെയ്ത് 1 കൊടുക്കുകയാണ്. സോ 1 റേസ് ടു 121 ഇൻറ്റു 7 റേസ് ടു 11 മോഡ് 17 എന്നുള്ള പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് 7 റേസ് ടു 11 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി 7 റേസ് ടു 11 അണ്ടർ മോഡുലോ 17 എന്താ വാല്യൂ വരിക എന്നുള്ളത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാവും. അതിന് ഈ ലോവർ പവേഴ്സ് ചെക്ക് ചെയ്ത് പോകുമ്പോൾ 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 വരുന്നുണ്ട്. 49 ആക്ച്വലി കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 17 വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ 7 റേസ് ടു 11നെ 2 വെച്ചിട്ട് ഡിവിഷൻ 11നെ 2 വെച്ച് ഡിവിഷൻ അൽഗോരിതം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 5 + 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അത് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ 7 റേസ് ടു 2 ഹോൾ റേസ് ടു 5 × 7 മോഡ് 17 എന്നുള്ള പോലെ എഴുതാം. ഇത് ഇത്തരത്തിൽ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂ കണ്ടിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ 7 റേസ് ടു 11 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ അതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ 7 സ്ക്വയറിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് -2 കൊടുക്കുകയാണ്. സോ -2 ഹോൾ റേസ് ടു 5 × 7 എന്നുള്ള പോലെ വരും. സോ -32 × 7 മോഡ് 17 എന്നുള്ള പോലെ വരും. ഇനി അതിനെ വീണ്ടും ചെറുതാക്കിയാൽ നമുക്ക് 2 × 7 മോഡ് 17 എന്നുള്ള പോലെ പറയാൻ പറ്റും. കാരണം -32നെ എൻ്റെ മോഡിലോ 17 ചെയ്യുമ്പം 2 കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് കിട്ടുക 14 മോഡ് 17 എന്നുള്ള പോലെ ഫൈനൽ ആൻസർ കിട്ടും. എൻ്റെ മോഡിലോ 17 0 തൊട്ട് 16 വരെയുള്ള വാല്യൂസാണ് അതിൻ്റെ എന്താ പറയുക ലീസ്റ്റ് റെസിഡ്യൂസ് വരിക. അപ്പോൾ 14 എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ ആയതുകൊണ്ട് ഇതായിരിക്കും റിമൈൻഡർ വരിക എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ കഴിയും. അപ്പം 24 റേസ് ടു 1947 വെൻ ഡിവൈഡ് ബൈ 17 നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 14 ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് n റേസ് ടു 7 മൈനസ് n ഇസ് ഡിവിസിബിൾ ബൈ 42. അപ്പോൾ നമുക്ക് n റേസ് ടു 7 മൈനസ് n ഇസ് ഡിവിസിബിൾ ബൈ 42 എന്ന് കാണിക്കാനുണ്ട്. അതിനുവേണ്ടി 7 എന്ന് പറയുന്നത് ഒരു പ്രൈം ആയതുകൊണ്ട് ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ കൊറോളറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു പ്രൈം നമ്പറും ഏതൊരു ഇൻറ്റിജർ എ എടുത്തു കഴിഞ്ഞാൽ എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്നുള്ള പോലെ നമുക്ക് എഴുതാം എന്നുള്ളത്. അപ്പം n എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻറ്റിജറാണ് ആൻഡ് 7 എന്ന് പറയുന്നത് പ്രൈം ആയതുകൊണ്ട് n റേസ് ടു 7 ഇസ് കോൺഗ്രുവൻറ്റ് ടു n മോഡ് 7 എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ n റേസ് ടു 7 മൈനസ് n എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 7 ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഇനി n റേസ് ടു 7 മൈനസ് n-ന് നമുക്ക് n പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n × n റേസ് ടു 6 മൈനസ് 1 എന്ന് കിട്ടും. ഈ n റേസ് ടു 6 മൈനസ് 1-നെ പിന്നെ ഫാക്ടറൈസ് ചെയ്യുകയാണ് ഇത്തരത്തിൽ. ആൻഡ് n × n മൈനസ് 1 × n പ്ലസ് 1 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഈ 3 എണ്ണം വരുന്നത് അല്ലേ. കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ ഇപ്പോൾ PMI ഒക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുമ്പം അവിടെ തന്നെ പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റിസൾട്ട്സ് മൈൻഡിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ n × n + 1 × n - 1 എന്തായാലും ഡിവിസിബിൾ ബൈ 6 ആണെന്നുള്ളത് അറിയാം. സോ അതിനെ മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് നമുക്ക് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 6 × സം ഇൻറ്റിജർ എന്നുള്ള ഫോമിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ആക്ച്വലി n റേസ് ടു 7
മൈനസ് എൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 7 ആണെന്ന് നമുക്ക് കിട്ടി. അത് തന്നെ മൾട്ടിപ്പിൾ ഓഫ് 6 ആണെന്നുള്ളതും കിട്ടി. അതായത് മൾട്ടിപ്പിൾ ഓഫ് 7 × 6 ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. അതായത് n⁻7 മൈനസ് n ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 42 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 42 എന്നുള്ളത് അവിടെ നിന്ന് തന്നെ പറയാൻ പറ്റും. ഇനി അടുത്തൊരു പ്രോബ്ലം. Employ Fermat's theorem to prove that if p is an odd prime, then 1 raised to p minus 1 plus 2 raised to p minus 1 plus 3 raised to p minus 1 plus etc. p minus 1 whole raised to p minus 1 is congruent to minus 1 mod p. ഇതാണ് നമുക്ക് കാണിക്കാനുള്ള. അപ്പോൾ p ഒരു ഓഡ് പ്രൈമാണ് നമുക്ക് തന്നിട്ടുണ്ട്. ബൈ ഫെർമാറ്റ്സ് തിയറം നമുക്ക് പറയാം n raised to p minus 1 is congruent to 1 mod p എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ n raised to p minus 1 is congruent to 1 mod p എന്ന് പറയാൻ പറ്റും ഫോർ എനി ഇൻറ്റിജർ ലെസ് ദാൻ p എന്നുള്ള പോലെ. ലെസ് ദാൻ p ആണെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ടു p എന്നുള്ള സെൻസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണേ n raised to p minus 1 is congruent to 1 mod p ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n ലെസ് ദാൻ p എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാൽ 1, 2 എക്സെട്ര p minus 1 വരെയുള്ളതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ജനറലായിട്ട് n എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ഓരോന്നും ലെസ് ദാൻ p ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പറയാം പീനേക്കാളും ചെറിയ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും പി ഒരിക്കലും അതിനെ ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള വാല്യൂസാണ് ഈ ഓരോ എന്നും വരുന്നത്. അപ്പോൾ നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് n raised to p minus 1 minus 1 എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് p എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ എന്നിന് പകരം 1, 2, 3 എന്ന് പറഞ്ഞുള്ള വാല്യൂസ് ഓരോന്ന് കൊടുക്കുകയാണ്. അപ്പം ഇതിൽ ഓരോന്നും മൾട്ടിപ്പിൾ ഓഫ് p ആയതുകൊണ്ട് ഇപ്പോൾ 1 raised to p minus 1 minus 1 മൾട്ടിപ്പിൾ ഓഫ് p ആണ്, 2 raised to p minus 1 minus 1 മൾട്ടിപ്പിൾ ഓഫ് p ആണ്. അങ്ങനെ ഓരോന്നും p minus 1 raised to p minus 1 minus 1 മൾട്ടിപ്പിൾ ഓഫ് p ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം സമ്മും എപ്പോഴും മൾട്ടിപ്പിൾ ഓഫ് p ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ ആ ഒരു എന്താ പറയുക റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ 1 raised to p minus 1 minus 1 plus 2 raised to p minus 1 minus 1 plus etc. p minus 1 raised to p minus 1 minus 1 is a multiple of p എന്നുള്ള പോലെ എടുക്കുകയാണ്. ഇനി ഇതിൽ 1 raised to p minus 1, 2 raised to p minus 1 ആ ടേംസിനൊക്കെ ക്ലബ് ചെയ്യാണ്. ബാക്കി എല്ലാ ടേമിലും എക്സ്ട്രാ വരുന്നത് ഒരു -1 ആണ്. ഈ -1 എത്ര തവണ ആഡ് ആവുന്നുണ്ട്? p minus 1 ടൈംസ് ആഡ് ആവുന്നുണ്ട്. കാരണം p minus 1 ടേംസ് അവിടെ ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് p minus 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സം എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ പവർ ടേംസ് എല്ലാം എഴുതി മൈനസ് ഓഫ് p minus 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് p എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഒന്ന് നോക്കിയേ. ഇപ്പം മൈനസ് ഓഫ് p minus 1 എന്ന് പറഞ്ഞാൽ മൈനസ് p plus 1 എന്നല്ലേ വരിക. അപ്പോൾ അതിനെ അങ്ങനെ റീപ്ലേസ് ചെയ്യാം. ആൻഡ് ഈ p എന്ന് പറയുന്നത് ഓൾറെഡി മൾട്ടിപ്പിൾ ഓഫ് p ആണ്. അപ്പം പിന്നെ അതിനെ വീണ്ടും നമുക്ക് അവിടെ എഴുതേണ്ട കാര്യമില്ല. ഇനി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലും ഈ p ഞാൻ ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും അവിടെയും മൾട്ടിപ്പിൾ ഓഫ് p എന്നുള്ള സെൻസിൽ അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് മൊത്തത്തിൽ കിട്ടുക 1 raised to p minus 1 plus etc. p minus 1 raised to p minus 1 minus of minus 1. അതിന് മൈനസ് ഓഫ് -1 എന്ന് എഴുതണം നിർബന്ധമൊന്നുമില്ല. +1 എന്ന് തന്നെ എഴുതാം. +1 ഇസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് p എന്നുള്ള പോലെ പറയാം. ഇസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരിക എന്താ? ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 mod p. അങ്ങനെയാണെങ്കിൽ ഈ -1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ +1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്കൊരു -1 കിട്ടും. അപ്പം 1 raised to p minus 1 plus etc. p minus 1 whole raised to p minus 1 is congruent to -1 mod p എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിനെ ഇങ്ങനെയൊന്നും എഴുതണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടാണ് എഴുതാൻ എളുപ്പമെങ്കിൽ അങ്ങനെ എഴുതി പോവാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തൊരു പ്രോബ്ലം. ഷോ ദാറ്റ് a raised to 12 minus b raised to 12 is a multiple of 1365 where എയും ബിയും പ്രൈം ടു 1365 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ എയും ബിയും പ്രൈം ടു 1365 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 1365ന് നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ അതിൽ ഒരാൾ പോലും എനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ അതിൻ്റെ ഫാക്ടറൈസേഷൻ വരുന്ന 3 × 5 × 7 × 13 എന്നുള്ള പോലെയാണ്. അപ്പോൾ എയും ബിയും ഈ നമ്പറിനോട് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഇതിൽ ഓരോന്നിനോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് കിട്ടും. എന്തൊക്കെ പറയാൻ പറ്റും? അപ്പം ഫസ്റ്റ് കേസ് ഇപ്പം a raised to അപ്പം നമുക്ക് ഓരോന്നിലും അപ്പം ആക്ച്വലി എയും ബിയും വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്.
അത് 3നോട് റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ പ്രൈം ആണ്. സോ 3 ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളത് പറയാം. അതേപോലെ 5 ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യേ, 7 ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യാൻ, 13 ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓരോ കേസിലും നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ബീൻ്റെ കേസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കേസ് കൺസിഡർ ചെയ്യാണ്. 3 ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യേ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫെർമാറ്റ്സ് തിയറത്തിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടിയിരുന്നത്. പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ള കണ്ടീഷൻ വേണം, പി പ്രൈം ആവണം. അപ്പോൾ പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എ റേസ് ടു പി മൈനസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ളതായിരുന്നു. അപ്പോൾ 3 ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യാകുമ്പം എ റേസ് ടു 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ എ റേസ് ടു 2 അല്ലേ വരിക, ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3 എന്ന് പറയാം. അതേപോലെ 5 ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യാകുമ്പം എ റേസ് ടു 4 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5, 7ൻ്റെ കേസിൽ എ റേസ് ടു 6 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 ആൻഡ് 13ൻ്റെ കേസിൽ എ റേസ് ടു 12 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 13 എന്നുള്ള പോലെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഓരോന്നിലും ഇപ്പം എനിക്കെല്ലാം വേണ്ടത് എ റേസ് ടു 12ൻ്റെ കേസാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് 13 പി ഈക്വൽ ടു 13 എടുത്തപ്പോൾ എനിക്ക് ഡയറക്റ്റ് എ റേസ് ടു 12ൻ്റെ കോൺഗ്രുവൻസാണ് കിട്ടിയത്. പക്ഷേ ബാക്കി എല്ലാത്തിലും വേറെ പവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ എ റേസ് ടു 12ലേക്ക് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എ റേസ് ടു 6 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 ആണ്. നമുക്കറിയാം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ എ റേസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡ് എൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഹോൾ സ്ക്വയർ എടുക്കുകയാണ്. അപ്പോൾ എ റേസ് ടു 6 ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എ റേസ് ടു 12 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7. അതേപോലെ 4ൻ്റെ കേസിൽ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എ റേസ് ടു 12 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5 തന്നെ വരും. ഇവിടെ 1 റേസ് ടു 2 എടുത്താലും 1 റേസ് ടു 3 എടുത്താലും ഒക്കെ 1 തന്നെയല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി എ റേസ് ടു 2 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3 ഞാൻ ഹോൾ റേസ് ടു 6 എടുത്താൽ എ റേസ് ടു 12 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പവേഴ്സ് നോക്കാം നമുക്ക്. അപ്പോൾ ഓരോ ടേമിലും അപ്പം മോഡിലോ 13ലും മോഡിലോ 7ലും 5ലും 3ലും ഒക്കെ എനിക്ക് എ റേസ് ടു 12നെ 1നോടാണ് കോൺഗ്രുവൻ്റ് ആവണമെന്നുള്ള പോലെയാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൽ ഓരോന്നും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ റേസ് ടു 12 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പ്രോഡക്റ്റ് ഓഫ് ദീസ് വാല്യൂസ് എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ റേസ് ടു 12 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 13, അതായത് 1 മോഡ് 1365. ഈ 1365 ആയിരുന്നു നമ്മളിങ്ങനെ എന്താ പറയുക ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കിട്ടിയത് എ റേസ് ടു 12 മൈനസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 1365 എന്നുള്ള പോലെ കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഇതേ കേസ് തന്നെയല്ലേ ബിയുടെ കാര്യത്തിലും വരുക. കാരണം ഇതേ കണ്ടീഷൻസ് മാത്രമേ നമുക്ക് ബിയുടെ ടേംസിലും തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ ബിയുടെ ടേംസിലും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെയും കിട്ടുക ബി റേസ് ടു 12 മൈനസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 1365 എന്നാണ്. അപ്പം ഇത് രണ്ടും മൾട്ടിപ്പിൾ ഓഫ് 1365 ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസും മൾട്ടിപ്പിൾ ഓഫ് 1365 എന്ന് പറഞ്ഞൂടെ. അപ്പോൾ അതായെടുക്കണേ എ റേസ് ടു 12 മൈനസ് 1 മൈനസ് ഓഫ് ബി റേസ് ടു 12 മൈനസ് 1 എടുത്താൽ എ റേസ് ടു 12 മൈനസ് ബി റേസ് ടു 12 ഇസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് 1365 എന്നുള്ള പോലെ നമുക്കിവിടെ പറയാൻ കഴിയും. ഇനി ലാസ്റ്റ് പ്രോബ്ലം, show that the 8th power of any number is of the form 17m or 17m plus or minus 1 എന്നുള്ളതാണ് നമുക്ക് കാണിക്കാമല്ലോ. അപ്പം ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ 8th പവർ ഐദർ 17m എന്നുള്ള 17ൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള ഫോമിലായിരിക്കും, അല്ലെങ്കിൽ 17m plus or minus 1 എന്നുള്ള ഫോമിലായിരിക്കും എന്നുള്ളതാണ് കാണിക്കാനുള്ളത്. അപ്പം ആ ഒരു റാൻഡം നമ്പറിനെ ഞാൻ n എന്നെടുത്തു. n എന്ന് പറയുന്നത് മേ ബി പ്രൈം ടു 17 ആയിരിക്കാം, അല്ലെങ്കിൽ ആവില്ല. അപ്പോൾ n എന്ന് പറയുന്നത് ഐദർ റിലേറ്റീവ്ലി പ്രൈം ടു ഐദർ 17 ഡിവൈഡ്സ് n എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ 17 ഡസ് നോട്ട് ഡിവൈഡ്സ് n എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതെന്തായാലും മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ള സെൻസാണ് വരിക. അപ്പം 17 ഇത് റിലേറ്റീവ്ലി പ്രൈം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഡിവൈഡ്സ് n എന്നുള്ള കേസാണ് വരുന്നത്. 17 ഡിവൈഡ്സ് n എന്ന് പറഞ്ഞാൽ n ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് പറയാം. അപ്പോൾ 17 ഒരു പ്രൈം നമ്പറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും n-ൻ്റെ ഏത് ഹയർ പവർ എടുത്തു കഴിഞ്ഞാലും അതും മൾട്ടിപ്പിൾ ഓഫ് 17 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ n റേസ് ടു 8 എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് 17 ആയിരിക്കും എന്നുള്ള പോലെ പറയാം. അപ്പം 17 ഡിവൈഡ്സ് n എന്നുള്ള കേസിൽ നമുക്ക് n മൾട്ടിപ്പിൾ ഓഫ് 17 ആയതുകൊണ്ട് n റേസ് ടു 8 മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് പറയാം. അതായത് n റേസ് ടു 8 സം 17m എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ള പോലെ പറയാൻ പറ്റും. ഫസ്റ്റ് കേസ് അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് 17 ഡസ് നോട്ട് ഡിവൈഡ്സ് n എന്നുള്ള കേസ്, അത് റിലേറ്റീവ്ലി പ്രൈം ആണ് എന്നുള്ള പോലെ നമ്മൾ എടുക്കുകയാണ്. റിലേറ്റീവ്ലി പ്രൈം ആണ്, 17 ഡസ് നോട്ട് ഡിവൈഡ്സ് n എന്നുള്ള കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. ഫെർമാറ്റ്സ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, n റേസ് ടു 17 മൈനസ് 1 ഇസ് ഡിവിസിബിൾ ബൈ 17 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. n റേസ് ടു 17 മൈനസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17 എന്നുള്ള പോലെ നമ്മൾ പഠിച്ചിട്ടില്ല.
അതായത് n⁻16 - 1 ഇസ് ഡിവിസിബിൾ ബൈ 17 എന്നുള്ള പോലെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ n⁻16 - 1 16 ഈവൻ ആയതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? n⁻8 + 1 × n⁻8 - 1 എന്നുള്ള പോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതും ഡിവിസിബിൾ ബൈ 17 ആയിരിക്കും, കാരണം ഈ ഒരു വാല്യൂ ഡിവിസിബിൾ ബൈ 17 ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡിവിസിബിൾ ബൈ 17 ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ ഡിവിസിബിൾ ബൈ 17 ആയാൽ മതി, അല്ലെങ്കിൽ രണ്ടും ഡിവിസിബിൾ ബൈ 17 ആവണം. അപ്പോൾ നമുക്ക് ഐദർ n⁻8 + 1 is divisible by 17 or n⁻8 - 1 is divisible by 17 എന്നുള്ള പോലെ പറയാൻ പറ്റും. അതായത് n⁻8 + 1 is divisible by 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n⁻8 + 1 is divisible by 17 എന്ന് പറഞ്ഞാൽ 17m എന്നുള്ള ഫോമിലാണ് വരിക എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് കോൺഗ്രുവൻറ്റ് ടു 0 mod 17 എന്നുള്ള പോലെ. ഇത് നമുക്കിപ്പോൾ 17m ± 1 എന്നല്ലേ കാണിക്കാനുള്ളൂ, അപ്പോൾ കോൺഗ്രുവൻസിയിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ n⁻8 + 1 is equal to some 17ൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള പോലെ എനിക്ക് എഴുതാൻ പറ്റും. ഇനി n⁻8 - 1 മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n⁻8 - 1 is equal to some 17m എന്നുള്ള പോലെ പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ n⁻8 എന്ന് പറയുന്നത് 17m - 1 എന്നാണ് വരിക. സെക്കൻഡ് കേസിൽ n⁻8 is equal to 17m + 1 എന്നുള്ള പോലെ വരും. അപ്പം ഐദർ n⁻8 is equal to 17m - 1 or 17m + 1 എന്നുള്ള പോലെ വരും. So we can write that n⁻8 is equal to 17m ± 1. സോ 17 divides n എന്നുള്ള കേസിൽ നമുക്ക് 17m ആവാം വാല്യൂ എന്നുള്ള പോലെ കിട്ടി. ഇനി 17 does not divides n ആകുമ്പം 17m ± 1 ആയിരിക്കും n⁻8ൻ്റെ വാല്യൂ എന്നുള്ള പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഐദർ ഇത് ഓർ ഇത് എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. സോ അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അത്രയേ ഉള്ളൂ ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ സ്യൂഡോ പ്രൈംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പിന്നെ വിൽസൺസ് തിയറം കൂടിയുണ്ട്. അതോടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.